ഗൈസ്, അപ്പോൾ ഫൈനലി നവരസ എന്ന OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് ഇതൾ എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസും ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായി, പക്ഷേ റിവ്യൂ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇപ്പോഴാണ്. ടെക്നിക്കലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും റിവ്യൂയിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ ഫോർമലായിട്ട് റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഈ ഇതൾ എന്ന വെബ് സീരീസിന്റെ ഡ്യൂറേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 22 മിനിറ്റ് 34 സെക്കൻഡുമാണ് ഈ ഒരു വെബ് സീരീസിന് ഡ്യൂറേഷൻ വരുന്നത്. അത്യാവശ്യം ദൈർഘ്യമുള്ളൊരു വെബ് സീരീസാണിത്. ഓക്കെ, പിന്നെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻഡോർ ഷൂട്ടിംഗ് ആണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഒരു വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചു പോയിരിക്കുന്നത്. ഇൻഡോർ ഷൂട്ടിംഗ് ആണെങ്കിൽ കൂടിയും വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തെ കുറ്റക്കുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. സിനിമാറ്റോഗ്രാഫിയൊക്കെ കൊള്ളാമായിരുന്നു. പിന്നീട് എടുത്തു കൊണ്ട ഫാക്ടർ എന്ന് വെച്ചാൽ ഡബ്ബിങ് തന്നെയാണ്. അതിപ്പം കുറച്ച് ഡയലോഗ്സേ, അതായത് 2-3 ഡയലോഗ്സേ വരുന്നുള്ളൂ. എങ്കിൽ കൂടിയും ഉള്ളത് ലിപ്സിംഗ് ഒക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സും കുഴപ്പമില്ലായിരുന്നു. ചെറിയ സംഭവങ്ങളുള്ളെങ്കിൽ കൂടിയും അത് ഓക്കെ ഫീൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്ലോട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ നായകനും നായികയും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ നമ്മുടെ നായകൻ ഭയങ്കര ഒരു ബോറിങ് ക്യാരക്ടറാണ്. അതായത് ഓഫീസിലും ജോലി, വീട്ടിൽ വന്നിട്ട് ലാപ്ടോപ്പിന് മുമ്പിൽ കുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഭാര്യയ്ക്ക് വളരെയധികം ബോറിംഗ് ആണ് ജീവിതവും കാര്യങ്ങളൊക്കെ. അവർക്കിടയിൽ നടക്കേണ്ട സംഭവങ്ങളൊന്നും എന്താ പറയുക അങ്ങോട്ട് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ നായികയുടെ വിഷമം കണ്ട് നമ്മുടെ നായകൻ എന്താ പറയുക അവർക്കിടയിൽ നടക്കേണ്ട സംഭവങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഇതിലൊരു പ്ലോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ കാര്യം ഇതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സീരീസ് കാണുമ്പം കിട്ടുന്നൊരു ആസ്വാദനം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫീല് കിട്ടാതിരിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, പിന്നീട് ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഒക്കെ സൂപ്പർബായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ എപ്പോഴത്തെയും പോലെ കാണിച്ചു പോകുന്നുണ്ട്. മൂടി മറക്കുക അല്ലെങ്കിൽ ബ്ലർ ചെയ്യുക അങ്ങനെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം കാണിക്കേണ്ട രീതിയും മാക്സിമം കാണിച്ചു പോയിട്ടുണ്ട്. പിന്നെ നായകനും നായികയും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഒക്കെ ഇല്ല, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ല, അതൊക്കെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നും പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ എപ്പോഴത്തെയും പോലെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, നവരസയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നായികന്മാർ തന്നെയാണ്. ഇത്തവണ ഒരു കിടിലൻ സംഭവത്തെ തന്നെയാണ് നായികയായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഒരു പക്ക ഒരു ഹോട്ട് സ്റ്റഫ് തന്നെയാണ് നമ്മുടെ നായിക, അല്ലെങ്കിൽ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് നമ്മുടെ നായിക. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നവരസ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. നവരസയുടെ ഇതിനു മുമ്പ് റിലീസായ സീരീസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ഒരു വെബ് സീരീസ് തന്നെയായിരിക്കും ഇതൾ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക.